أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي لا حول ولا قوة إلا بالله العلي العظيم. അവസാനത്തെ ക്ലാസ്സിൽ നാം എടുത്തുകൊണ്ടിരുന്നത് സൂറത്തുൽ വാഖിയയിലെ 64-65 ആയത്തുകളായിരുന്നു. അള്ളാഹു ചോദിക്കാണ് അന്തും തസ്റഊനഹു അം നഹ്നു സാരിഊൻ എന്നുള്ളത്. വയലുകളിൽ വിതക്കുന്ന വിത്തുകൾ അത് മുളപ്പിക്കുന്നത് നിങ്ങളാണോ അതോ നാമാണോ എന്നുള്ളത്. തൊട്ട് മുമ്പ് അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് ചോദിച്ചത്. അത് കഴിഞ്ഞ് കൃഷിയെക്കുറിച്ച് ചോദിക്കാണ്. അന്തും തസ്റഊനഹു എന്ന് അവിടെ തഫ്സീർ ജലാലിനി കൊടുത്തിട്ടുള്ളത് തുംബിത്തൂനഹു, അൻബത്ത യുംബിത്തു എന്നുള്ളത് തുംബിത്തൂനഹു, നിങ്ങളാണോ മുളപ്പിക്കുന്നത്, അം നഹ്നു സാരിഊൻ അതോ നാമാണോ മുളപ്പിക്കുന്നത്. അതായത് അഖ്ബിറൂനി അനിൽ ബുദൂരില്ലത്തി തുൽഖൗന ഫീഹാ ഫിൽ അർദ്, ഭൂമിയിൽ നിങ്ങൾ വിതറുന്ന വിത്തുകളെ കുറിച്ച് പറഞ്ഞു തരിക. ഭൂമി ഉഴുതുമറിച്ചതിന് ശേഷം നിങ്ങൾ വിത്ത് എറിയുന്നുണ്ട്. അന്തുമുല്ലദീന തുംബിത്തൂനഹ, നിങ്ങളാണോ അത് മുളപ്പിക്കുന്നത്, അതിനെ കൃഷിയാക്കി മാറ്റുന്നത്, പച്ചപ്പ് നിറക്കുന്നത്, അതിനുശേഷം അതിൽ വിളകൾ നൽകുന്നത് നിങ്ങളാണോ, അം നഹ്നു സാരിഊൻ അതോ നാമാണെന്നുള്ളത്. നമുക്ക് സമയം നോക്കി വിത്തിറക്കാൻ സാധിക്കും. വിത്തിറക്കിയതിൽ ഉണ്ടാവുന്നതുണ്ടാവും, ഉണ്ടാവാതെ പോകുന്നതുണ്ടാകും. ഉണ്ടാവുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയും, അതിൻ്റെ വിളവെടുപ്പ് നടത്തും. ഇല്ലെങ്കിലോ ദുഃഖങ്ങൾ രേഖപ്പെടുത്തും എന്ന് അല്ലാതെ നമുക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് ഇത് മുളപ്പിച്ചു തരുന്നവൻ, എന്നിട്ട് അതിനെ ചെടിയാക്കി അതിൽ കായ്ക്കനികൾ നൽകുന്നത് ആരാണ്? അല്ലാഹു പറയാണ്, ലൗ നശാഉ ലജഅൽനാഹു ഹുത്താമൻ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ലജഅൽനാഹു നാം അതിനെ ആക്കുമായിരുന്നു, ഹുത്താമിന് ഉണങ്ങിപ്പോകുന്നത്. ഫളൽതു തഫക്കുഹൂൻ, അപ്പം നിങ്ങൾ അത്ഭുതത്തോടുകൂടെ പറയും, ഞങ്ങൾക്ക് ഈ വർഷത്തെ കൃഷി നഷ്ടത്തിലാണ് സംഭവിച്ചത് എന്ന് പറയുന്നു. അടുത്ത തഫ്സീർ ജലാലിൽ ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലജഅൽനാഹു നാം അതിനെ ആക്കുമായിരുന്നു, ഹുത്താമൻ, ഹുത്താം എന്നുള്ളിടത്ത് നബാത്തൻ യാബിസൻ, ഉണങ്ങിയ ചെടിയാക്കുമായിരുന്നു. നബാത്ത് പറഞ്ഞ ചെടി, യാബിസ് എന്നാണ് ഉണങ്ങിയത്. എങ്ങനത്തെ ലാ ഹബ്ബ ഫീഹി, അതിലെന്തില്ല, ധാന്യമണികളൊന്നും ഇല്ലാതെ ഉണങ്ങിപ്പോകുന്ന ഫലം കായ്ക്കാത്തതാക്കി മാറ്റുമായിരുന്നു. ഫളൽത്തും ആയി മാറും, തഫക്കഹൂൻ തതഅജ്ജബൂന മിൻ ദാലിക. അസ്ലുഹു ലലിൽത്തും എന്നാണ് തഫ്സീർ ജലാലിനി കൊടുത്തിട്ടുള്ളത്. ബികസ്രിൽ ലാമി, ലാമിന് കസ്റാറ്റ് ലലിൽത്തും, ഹദിഫത്ത് അതിനെ ലാമിനെ കളയപ്പെട്ടു തഖ്ഫീഫൻ, ലഘുത്വത്തിന് വേണ്ടി. ഐ അഖംതു നഹാറൻ, നിങ്ങൾ പകല് നിൽക്കുന്നതാണ്, തഫക്കഹൂന എന്ന് പറഞ്ഞാൽ പിന്നെ തതഅജ്ജബൂന അത്ഭുതപ്പെട്ടുകൊണ്ട്, എന്ത് സംഭവിച്ചു കൃഷിക്ക്, ഞങ്ങൾ അതിൻ്റെ സമയത്തെല്ലാം നൽകിയതാണല്ലോ, എന്നിട്ട് വിളവ് കിട്ടിയില്ല എന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു പോകും. വദീഫത്ത് തഖ്ഫീഫായി അഖംതും നഹാറൻ, പകൽ നിങ്ങൾ നിൽക്കുന്നതാണ്. തഫക്കഹൂൻ എന്ന് പറയുന്നത് തത്തഫക്കഹൂൻ എന്നുള്ളതാണ്. വദീഫത്ത് മിൻഹു ഇഹ്ദത്ത, രണ്ടാലൊരു തായിനെ കളയപ്പെട്ടു. ഫിൽ അസ്ലിൽ തത്തഫക്കഹു എന്നുണ്ടായിരുന്നാലും ഒരു തായിനെ കളയപ്പെട്ടു. അതിൻ്റെ അർത്ഥം തഅജ്ജബൂന, അത്ഭുതപ്പെട്ടു പോകും, എന്ത് സംഭവിച്ചു പോയി കൃഷിക്ക്, മിൻദാലിക സംഭവിച്ചതിൽ നിന്ന്. വത്തഖൂലു, നിങ്ങൾ പറയും ചെയ്യും, ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു എന്നുള്ളത്. ലമുഗ്റമൂന നഫഖത സറഇനാന, കൃഷിയുടെ ചെലവ് ഞങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് പറയും. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല, ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചതല്ല, നഹ്നു മഹ്റൂമൂന, ഞങ്ങൾക്ക് തടയപ്പെട്ടു പോയിട്ടുണ്ട്. ബൽ നഹ്നു മഹ്റൂമൂന മംനൂഊന റിസ്ഖന, റിസ്ക് തടയപ്പെട്ടു പോയി. അപ്പോൾ പിന്നെ മുഹറമൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം സംഭവിച്ചു. നഫഖത്ത സറഇന, കൃഷിയുടെ ചെലവ് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയും. ബൽ നഹ്നു മഹ്റൂമ, അങ്ങനെയല്ല, ഞങ്ങൾ അള്ളാഹു ഞങ്ങൾക്ക് നൽകേണ്ട റിസ്ക് തടയപ്പെട്ടവരായി പോയിട്ടുണ്ട്. മഹ്റൂമൂന എന്ന് പറഞ്ഞാൽ അവിടെ തഫ്സീർ മംനൂഊന റിസ്ഖനാണ്, ഞങ്ങൾക്ക് അള്ളാഹു നൽകേണ്ട റിസ്ക് തടയപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ ആരാണ് റിസ്ക് നൽകുന്നവൻ? അള്ളാഹു. ഭൂമി ഉഴുതുമറിച്ച് വിത്തെറിയുക എന്നുള്ളതൊരു കർഷകന് ചെയ്യാൻ സാധിക്കും. ആ എറിഞ്ഞ വിത്തിൽ ഏതെല്ലാം മുളക്കണം, ഏതെല്ലാം അതിൽ കായ്ക്കനികൾ വരെ വളരണം, എത്രയെല്ലാം ഫലങ്ങൾ ഉണ്ടാവണം എന്നുള്ളതൊക്കെ അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. മനുഷ്യനതിൻ്റെ മാർഗങ്ങൾ സ്വീകരിക്കാമെന്നല്ല, അത് മനുഷ്യനത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കൃഷിയിലും മറ്റല്ലാത്തത് വിളവിച്ചെടുക്കുമായിരുന്നു. മാർഗങ്ങൾ ചെയ്യാൻ ബാക്കി ചെയ്തു തരുന്നവൻ അള്ളാഹുവാണ്. അപ്പോൾ
അത് കിട്ടാതെ പോയാൽ അത്ഭുതത്തോടുകൂടെ ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു എന്ന്, എന്ത് പറ്റി എന്ന് അത്ഭുതത്തോടെ നിൽക്കാം, ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചു എന്ന് പറയാം. ബൽ നഹ്നു മഹ്റൂമൂന, മഹ്റൂമൂന എന്നാൽ മംനൂഊന, തടയപ്പെട്ടവരായിട്ടുണ്ട്, റിസ്ഖിന് തടയപ്പെട്ടവരായിട്ടുണ്ട്. അപ്പൊ മനുഷ്യ സൃഷ്ടിപ്പിനെ പറഞ്ഞു, കൃഷിയെ പറഞ്ഞു. വീണ്ടും അള്ളാഹു അടുത്ത ഒന്നിലേക്ക് പോവാണ്. അഫറഅയ്തുമുൽ മാ അല്ലതി തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ നിങ്ങൾ കാണുന്നില്ലേ? അൽ മാ എന്ന് പറഞ്ഞ വെള്ളം, അല്ലതി എങ്ങനത്തെ വെള്ളം, തശ്റബൂന് നിങ്ങളത് കുടിക്കുന്നുണ്ട്. അന്തും അൻസൽത്തുമൂഹു, നിങ്ങളാണോ അതിനെ ഇറക്കിയത്, മിനൽ മുസ്നി കാർമേഘങ്ങളിൽ നിന്ന്, അം അതോ അന്തും അൻസൽത്തുമൂഹു മിനൽ മുസ്നി എന്നുള്ളതിനോട് വ്യാഖ്യാനം, അന്തു നിങ്ങളാണോ അൻസൽത്തുമു അതിനെ ഇറക്കിയത്, മിനൽ മുസ്നി കാർമേഘങ്ങളിൽ നിന്ന്. മുസ്നി എന്ന് പറഞ്ഞാൽ അസ്സഹാബ്, മഴമേഘങ്ങൾ എന്നാണ്. ജമ്മു മുസ്നത്ത്, മുസ്നത്തിന്റെ ജമ്മു മുസ്ന്, മഴമേഘം. അതോ അംനഹ്നുൽ മുൻസിലൂൻ, ഞങ്ങളാണോ ഇറക്കിയിട്ടുള്ളത്, അള്ളാഹു ആണോ വെള്ളം ഇറക്കിയിട്ടുള്ളത്? അപ്പോൾ കാർമേഘങ്ങൾ ഇങ്ങനെ നമുക്ക് തലക്ക് മുകളിൽ കാണാം. ഓരോ ഭാഗത്ത് മഴ പെയ്തതായിട്ടും അല്ലെങ്കിൽ നമ്മളെ ഭാഗത്ത് മഴ പെയ്യുന്നത് കാണാം. ഈ നിൽക്കുന്നത് ഏതെല്ലാം ഭാഗത്ത് പെയ്യുന്നു, ഏതെല്ലാം ഭാഗത്ത് ലഭിക്കുമെന്ന് വിചാരിച്ച് ലഭിക്കാതെ പോകുന്നു, ഇതെല്ലാം ഈ മഴയെ വർഷിപ്പിക്കുന്നവൻ അള്ളാഹു ആകുന്നു. നേരത്തെ ബാക്കി അന്തും തസ്റഊനഹു എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ അള്ളാഹു പറയണേ, ഈ ലൗ നഷാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. ലൗ നഷാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ജഅൽനാഹു നാം ആ വെള്ളത്തെ ആക്കി മാറ്റുമായിരുന്നു, ഉജാജൻ ഉപ്പ് രുചിയുള്ളതാക്കി മാറ്റും. അങ്ങനെ അള്ളാഹുവിൻ്റെ മഹ്ലു ഫضൽ കൊണ്ട് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് പാനയോഗ്യമായ കുടിക്കാൻ പറ്റുന്ന വെള്ളം നൽകി അതിനെ നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫലൗലാ തഷ്കുറൂൻ, നിങ്ങൾക്ക് ശുക്ർ ചെയ്തുകൂടെ എന്നാണ്. ലൗ നിഷാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ജഅൽനാഹു നാം അതിനെ ആക്കി മാറ്റുമായിരുന്നു, ഉജാജൻ. ഉജാജൻ എന്ന തഫ്സീർ ജലാലി, മിൽഹൻ ലാ യുംകിനു ശുർബുഹു, കുടിക്കാൻ കഴിയാത്ത ഉപ്പ് നിറഞ്ഞതാക്കി മാറ്റുമായിരുന്നു. മിൽഹ് പറഞ്ഞാൽ ഉപ്പ്. അപ്പോൾ കുടിക്കാൻ കഴിയാതെ ഉപ്പുള്ളതിനാണ് ഉജാജ് എന്ന് പറയുന്നത്. അങ്ങനത്തെ വെള്ളമാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, അള്ളാഹു അങ്ങനെ ചെയ്തിട്ടില്ല. ഫലൗലാ തഷ്കുറൂൻ, ഹല്ലാ തഷ്കുറൂൻ, ലൗലാ നിങ്ങൾക്ക് ചെയ്തുകൂടായിരുന്നോ, തഷ്കുറൂൻ നന്ദി കാണിച്ചുകൂടായിരുന്നോ എന്നാണ്, ഹല്ലാ തഷ്കുറൂൻ. അവിടെ മറ്റൊരു തഫ്സീറിൽ വൽമാ ഉൽ ഉജാജ് എന്ന് പറഞ്ഞാൽ ഹുവൽ മാ ഉ ഷദീദുൽ മുലൂഹ എന്ന, ശക്തമായി ഉപ്പ് രുചിയുള്ളതാണ്, വൽ മുറാർത്ത് കയ്പുമുള്ളതാണ്, ഫി വക്തിൻ, ഒരേ സമയം തന്നെ ഉപ്പ് രുചി വന്നിട്ട് കയ്പിലേക്ക് എത്തിയ വല്ലാത്ത ഒരു വെള്ളത്തിനാണ്, ഒരിക്കലും കുടിക്കാനോ ഉപയോഗിക്കാനോ സാധിക്കാത്ത വെള്ളത്തിനാണ് ഉജാജ് എന്ന് പറയാം. അതായത് അവിടെ അർത്ഥം ലൗ നിഷാ നജല ഹാദൽ നാസില, ഈ മിനൽ മുസ്നി കാർമേഘങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന ഈ വെള്ളത്തെ നാം ഉജാജാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, പിന്നെ മാഅൻ ജാമിയൻ ബൈനൽ മുലുഹത്തി വൽ മുറാറത്തി, കയ്പും പിന്നെ ഉപ്പുരുചിയും കൂടിയ ഇതാക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഫഅൽന, അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. എൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹം ചെയ്തതാണ്. അഫറഅയ്തുമുൽ നാറല്ലത്തി തൂറുൻ, അഫറഅയ്തും നിങ്ങൾ കാണുന്നില്ലേ, അന്നാറ തീയിനെ, അല്ലത്തി തൂറുൻ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന, കല്ലുകൾ ഉരസി അല്ലെങ്കിൽ മരം ഉരസിയിട്ടൊക്കെ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീയിനെ നിങ്ങൾ കാണുന്നില്ലേ? അഫറഅയ്തും കാണുന്നില്ല, അന്നാറ തീയിനെ, അല്ലത്തി തൂറൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഖ്രിജൂന മിന ഷജറിൽ അഖ്ദർ, പച്ച മരങ്ങളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന മരത്തെ നിങ്ങൾ കാണുന്നില്ലേ? അതില് തുഖ്രിജൂന മിന ഷജറിൽ അഖ്ദർ എന്ന് പറഞ്ഞാൽ പച്ചമരത്തെ ഉണങ്ങിയതാക്കി മാറ്റി അത് കൂട്ടി വരുത്തുന്ന സമയത്ത് കത്തുക, അല്ലെങ്കിൽ കത്തുന്ന തീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങിയ മരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നിങ്ങൾ അത്ഭുതത്തോടെ കാണുന്നില്ലേ? അന്തും അൻശഅ്തും ഷജറതഹ, നിങ്ങളാണോ ആ മരത്തെ ഉണ്ടാക്കിയത്, നഹ്നുൽ മുൻഷിഊൻ, അതോ നാം ആണോ ഉണ്ടാക്കിയത്? അന്തും അൻശഅ്തും ഷജറതഹ, നിങ്ങളാണോ ആ മരത്തെ ഉണ്ടാക്കിയത്? കൽ മർഹി വൽ അഫാരി വൽ കൽഹി, അവിടെ തഫ്സീർ ജലാലൈനി 3 മരങ്ങളുടെ പേര് കൊടുത്തിരിക്കുകയാണ്. മർഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കത്തുന്ന ഒരു പ്രത്യേക തരം മരം, അതിൻ്റെ പേരാണ് മർഹ് എന്ന് പറയുന്നത്. അഫാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മർഹ് മരത്തോടൊപ്പം പിന്നെ ഉരസുമ്പോൾ തീ ഉണ്ടാക്കാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മറ്റൊരു തരം മരം, അതാണ്. പിന്നെ മൂന്നാമത് പറഞ്ഞ കല്ലഹ് എന്നാണ്, അത് ഉണങ്ങിയ പുല്ല് അല്ലെങ്കിൽ പെട്ടെന്ന് തീ പിടിക്കുന്ന മരത്തിന്റെ ഭാഗങ്ങൾ എന്നാണ്. അപ്പോ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തയ്യാർ ചെയ്ത് തന്നതാണ് ഈ മരങ്ങൾ. നിങ്ങളാണോ അത് ഉണ്ടാക്കിയത്? അം നഹ്നുൽ മുൻഷിഊൻ, അതോ നാം ആണോ ഉണ്ടാക്കിയത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്.
ഇപ്പോൾ പച്ചയായി തളർന്നു വരുന്ന മരങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് കൂട്ടി ഉരസുന്ന സമയത്ത് കത്തുക, അല്ലെങ്കിൽ അതിനെ കത്തുന്നതിലേക്ക് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ സജീവമായി കത്തുക, ഇതെല്ലാം സംഭവിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, നഹ്നു ജഅൽനാഹ തദ്കിറത്തൻ വമത്താഅൻ ലിൽ മുഖ്വിൻ. നഹ്നു ജഅൽനാഹ, നാം അതിനെ ആക്കിയിട്ടുണ്ട്, തദ്കിറത്തൻ, ഒരു ഓർമ്മപ്പെടുത്തുന്നതാക്കി മാറ്റിയിട്ടുണ്ട്, വമത്താഅൻ ലിൽ മുഖ്വിൻ, യാത്ര പോകുന്നവർക്കുള്ള ചരക്കുമാക്കി മാറ്റിയിട്ടുണ്ട്. നഹ്നു ജഅൽനാഹ തദ്കിറത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തദ്കിറത്തുള്ളതിൻ്റെ വ്യാഖ്യാനം ലിനാരി ജഹന്നമ, നരകത്തിന്റെ തീയിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തീയ് അള്ളാഹു ഭൂമിയിലാക്കിയതാണ്. ഭൂമിയിൽ അങ്ങനെ ഒരു തീയില്ലായിരുന്നുവെങ്കിൽ ആളുകളോട് നിങ്ങളെ തീയിലിട്ട് ശിക്ഷിക്കും, നരകത്തിലിട്ട് ശിക്ഷിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. പകരം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇവിടുന്ന് ഒന്ന് ചൂടാകുന്ന സമയത്ത്, പൊള്ളുന്ന സമയത്ത് നമ്മൾ പറയും, ഇതിന് എത്രയോ ഇരട്ടി ശക്തിയിലുള്ള നരകമല്ലേ, നരകമാണ് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു കാഠിന്യം മനസ്സിലാക്കണം. ഒരു ഓർമ്മപ്പെടുത്തൽ നടക്കുകയാണ്. ഓ മത്താൻ, ചരക്കുമാക്കിയിട്ടുണ്ട്. മത്താ എന്ന് പറഞ്ഞാൽ ബുൽഗത്ത്, ചരക്ക്. ആർക്ക്? ലിൽ മുഖ്വീൻ, യാത്ര പോകുന്നവർക്ക്. അവിടെ ലിൽ മുസാഫിരീൻ, യാത്ര പോകുന്നവർക്കുള്ള ചരക്കുമാക്കിയിട്ടുണ്ട്. ആ പദം വരുന്നത് മിൻ അഖ്വൽ ഖൗമു എന്ന് പറയും. അഖ്വൽ ഖൗമ്, ഖൗമ് ജനക്കൂട്ടം യാത്ര പോയി എന്ന് പറയും. എങ്ങനെയാണെങ്കിൽ ഐ സാറു ബിൽ ഖവാഇ, അവര് മരുഭൂമിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ. ഖവാ എന്നുള്ള ഖവാ എന്നും ഖവാ എന്നുണ്ട്. കസ്റ് കൊണ്ടും മദ് കൊണ്ടും വന്നിട്ടുണ്ട് എന്നാണ്. മദ് ഉണ്ടായിട്ടും മദ്ദില്ലാതെ കസ്റായിട്ടും ഹർഫ് ഈ ഖവാ എന്നുള്ളതിനെ വായിക്കാറുണ്ട്. വഹുവ, അതിന്റെ അർത്ഥം ഐ അൽ ഖഫ്റു, അവിടെ അർത്ഥം കൊടുത്തിട്ടുള്ളത് ഖഫർ, മരുഭൂമി എന്നുള്ളതാണ്. അക്വൽ കൗമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയിലേക്ക് കടന്നു, യാത്രാ സംഘം എന്ത് ചെയ്തു, മരുഭൂമിയിലേക്ക് കടന്നു എന്നുള്ള അർത്ഥത്തിൽ. ഐ അൽ ഖഫർ, മരുഭൂമി എന്നാ. വഹുവ, അതെന്താണ്, മഫാസത്തുല്ല നബാത്ത ഫിഹ മലാമ, വെള്ളവും ചെടികളൊന്നും ഇല്ലാത്ത മരുഭൂമിക്കാണ് ഖഫർ എന്ന് പറഞ്ഞു. ഉണങ്ങിയ മരുഭൂമികൾ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു മരുഭൂമി. അതിലേക്ക് പറഞ്ഞാൽ അക്ബൽ കൗമു, കൗമ് യാത്രയിൽ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്നുള്ള അർത്ഥമാണ്. അതിൽ നിന്ന് പോരുന്നതാണ് മുഖ്വീൻ പറഞ്ഞു കഴിഞ്ഞാൽ മുസാഫിരീൻ, യാത്രക്കാർക്കുള്ള ചരക്കുമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോ ഇതിലിപ്പോ രണ്ട് മൂന്ന് പദങ്ങളുണ്ട്. പിന്നെ ഖഫർ എന്ന് പറഞ്ഞാലും മരുഭൂമി എന്നാണ്, മഫാസത്ത് എന്നാലും പറഞ്ഞാലും മരുഭൂമിയാണ്. ഖഫറിന് വ്യാഖ്യാനം അവിടെ കൊടുത്തതാണ് ലാ നബാത്ത ഫിഹ വലമ, വെള്ളവും പിന്നെ ചെടികളും ഇല്ലാത്ത മരുഭൂമി എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തതിനാണ് ഖവാ എന്ന് പറയാറുള്ളത്. ഖവാ എന്നുള്ളത് മദ്ദായിട്ടും കസ്റായിട്ടും, അതായത് നീട്ടിയിട്ടും അല്ലാതെയും ഉപയോഗിക്കാറുണ്ട്. അതിൽ നിന്ന് പോരുന്ന പദം അക്വൽ കൗമു എന്നുണ്ട്. ആ അക്വയിൽ നിന്നാണ് മുഖ്വീൻ എന്നുള്ള പദം ഉണ്ടായിട്ടുള്ളത്. മുഖ്വീൻ എന്ന് പറഞ്ഞാൽ മുസാഫിരീൻ ഉദ്ദേശം. മുസാഫിരീങ്ങൾക്ക്, യാത്ര പോകുന്നവർക്ക്, ബുൽഗത്ത്, അവർക്കുള്ള പാതയും അല്ലെങ്കിൽ ആവശ്യ സാധനം, അതിനാണ് ഈ ബുൽഗത്ത് എന്ന് പറയാനുള്ളത്. ചരക്കുകൾ ആക്കി പറ്റി. അപ്പോൾ വെള്ളമൊന്നുമില്ലാത്ത മരുഭൂമിയിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് യാത്രക്ക് ആവശ്യമായ സാധനങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടാകും. ആ കൂട്ടത്തിൽ അവർക്ക് കൊണ്ടുപോകാനും ഒക്കെ പറ്റുന്ന രീതിയിലുള്ള ഇതിനെ അള്ളാഹു ആക്കി തന്നിട്ടുണ്ട്. ഫസബ്ബിഹ്, ഇങ്ങനെയൊക്കെ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുക. ബിസ്മി റബ്ബിക, റബ്ബിൻ്റെ ഇസ്മോടുകൂടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുക. അൽ അലീം, മഹാനായിരിക്കുന്ന അള്ളാഹുവിൻ്റെ ആണ്. ഫസബ്ബി എന്ന് പറഞ്ഞാൽ നസ്യഹ്, പരിശുദ്ധതയെ വാഴ്ത്തുക. ബിസ്മി, ഇസ്മ എന്നുള്ളത് സായിദായിട്ട് വന്നതാണ്. ബിസ്മി റബ്ബിക്ക എന്ന് പറഞ്ഞാൽ സബ്ബിഹ് റബ്ബക്ക എന്നുള്ള അർത്ഥം, റബ്ബിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുക. അള്ളാഹു എല്ലാതിനെ തൊട്ടും പരിശുദ്ധവാനാണ് എന്ന് വാഴ്ത്തുക എന്നാണ് സബ്ബിഹ് റബ്ബക്ക എന്ന് പറഞ്ഞാൽ. സബ്ബിഹ് ബിസ്മി റബ്ബിക്ക എന്നുള്ള ഇസ്മ എന്ന് വരുന്നത് അവിടെ സായിദായിട്ടാണ്. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധതയെ വാഴ്ത്തുക. എങ്ങനത്തെ അള്ളാഹു? അൽ അലീമി, മഹാനായിരിക്കുന്ന അള്ളാഹുവിന്റെ. അവിടെ ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം വസീയത്തിൽ അവിടെ അടുത്ത് പറയുന്നുണ്ട്, അള്ളാഹു ഈ പരിശുദ്ധ ആയത്തുകളിലൂടെ 4 തെളിവുകൾ, മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ 4 തെളിവുകൾ എടുത്തു വെക്കുകയാണ്. ഒന്ന്, മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഈ അള്ളാഹു ഇങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ മനുഷ്യനെ ഒന്നുകൂടി പുനഃസൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയൂല. രണ്ടാമത്, ചെടികളെ മുളപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ വിതർന്ന വിത്തുകളെ മുളപ്പിച്ച് ചെടികളാക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വീണ്ടും നിങ്ങളെ ഉണ്ടാക്കാൻ കഴിയില്ല. 3, പിന്നെ മഴമേഘങ്ങളിൽ നിന്ന് വെള്ളത്തെ വർഷിപ്പിച്ചുകൊണ്ട്
പിന്നെ വെള്ളം ഭൂമിയിലേക്ക് ഇറക്കാൻ സാധിക്കും. ആ അള്ളാഹുവിൻ്റെ കഴിവിനെ പറയാണ്. നാലാമത്തേത് പിന്നെ കത്തിക്കാൻ പാകമാകുന്ന മരങ്ങളെ മുളപ്പിക്കാൻ അള്ളാഹുവിന് സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ അള്ളാഹുവിന് ഇനി നിങ്ങളെ ഒന്ന് പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണോ എന്ന് വരികൾക്കിടയിലൂടെ ചോദിക്കുന്നു. എത്ര പറഞ്ഞതിന് ശേഷം ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു ബിമവാഖിഇൻ നുജൂം നക്ഷത്രത്തിന്റെ അസ്തമയ സ്ഥാനങ്ങളെ പിടിച്ചുകൊണ്ട്. ഇവിടെ ലാ ഉഖ്സിമു പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചെയ്യൂല എന്നുള്ള ലാ, ആ ലാ അല്ല. അതുകൊണ്ട് തന്നെ അവിടെ തഫ്സീർ ജലാലിന് കൊടുക്കുകയാണ് ഫലാ ഉഖ്സിമു എന്നുള്ള ലാ സായിദയാണ്. അതായത് ഇല്ല എന്നുള്ള ഒരർത്ഥം അവിടെ ലാക്ക് കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഫലാ ഉഖ്സിമു പറഞ്ഞു കഴിഞ്ഞാൽ ഫ ഉഖ്സിമു എന്ന് ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് അർത്ഥം. അതാണ് ഫലാ ഉഖ്സിമു ഞാൻ സത്യം ചെയ്യുന്നു ബി മവാഖിഇൻ നുജൂം നക്ഷത്രത്തിന്റെ, അവിടെ തഫ്സീർ ജലാലി ബി മസാഖിതിഹ ലി ഖുറൂബിഹ അസ്തമിക്കാൻ വേണ്ടി ചെല്ലുന്ന പിന്നെ ചെല്ലുന്ന സ്ഥലം, അതിനെ കുറിച്ച് പിടിച്ച് സത്യം ചെയ്യുന്നു എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ വലിയ കഴിവിൻ്റെ മേൽ അറിയിക്കുന്ന ഒന്നാണ്. പിന്നെ ഭൂമിയിലേക്ക് രാത്രി സമയത്തൊന്ന് നോക്കിയാൽ നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്ത് എത്രയോ നക്ഷത്രങ്ങളെ കാണാം. അത് ഇന്നും നാളെയും മറ്റന്നാളും നോക്കുന്ന സമയത്ത് ഓരോന്നും ചിലത് ഉദിച്ചു നിൽക്കുന്നുണ്ടാവും, രണ്ടാമത്തെ ദിവസം ചിലത് അസ്തമിച്ചു പോയിട്ടുണ്ടാകും. പിന്നെ രാത്രി ദീർഘനേരം നോക്കുകയാണെങ്കിൽ ഉദിച്ചു വരുന്നതുണ്ടാവും, അസ്തമിച്ചു പോകുന്നതുണ്ടാകും. ഇതൊക്കെ ഇങ്ങനെ കൃത്യമായി വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് അള്ളാഹു തർത്തീബാക്കിയ, അള്ളാഹു ചെയ്ത വലിയ ഒരു സംഭവമാണ്. ആ വലിയൊരു സംഭവത്തിനെ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യാണ്. അത് രാത്രി സമയങ്ങളിലൊക്കെ ഇപ്പോൾ കുറേ മൊബൈൽ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. ആകാശത്തേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ പേരുകളും വിവരങ്ങളും എത്ര കിലോമീറ്റർ ദൂരത്താണ് എന്നുള്ളതൊക്കെ ഉള്ള പ്രാഥമിക വിവരങ്ങൾ അടങ്ങുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു അത്ഭുതമാണ്. അതായത് അള്ളാഹു ആകാശ ലോകത്ത് ഇതെല്ലാം സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു വ്യവസ്ഥാപിതമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരസ്പരം കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ പിന്നെ ഡിസോർഡർ ആകുകയോ ഒന്നും ചെയ്യാതെ പോകുന്നുണ്ട്. ഇത് അള്ളാഹു വലിയ സൃഷ്ടാവും എല്ലാം കഴിവുള്ളവനും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നവനാണ് എന്നുള്ളതിൻ്റെ മേലും അറിയിക്കുന്നുണ്ട്. അത് പിടിച്ചുകൊണ്ട് ആ നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനങ്ങൾ പിടിച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യാണ്. അള്ളാഹുവിനെ പറയാണ് വൈന്നഹു തീർച്ചയായിട്ടും ഇത് ലഖസമുൻ ഒരു സത്യം ചെയ്യലാണ്. ലൗ തഅലമൂന അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കാൻ അദീം വലിയ സത്യം ചെയ്യൽ. ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ആ കാര്യം അദീമുൻ വളരെ വലുതാണ്. ഇന്നും ലോകം പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നക്ഷത്രങ്ങൾ, അതിൻ്റെ വലിപ്പം, അതിൻ്റെ ദൂരം, അതിൻ്റെ വെയിറ്റ്, പിന്നെ അതിൻ്റെ ഭ്രമണപഥം, ഉദയം അസ്തമയം അതൊക്കെ കുറിച്ച് കിട്ടും. അപ്പോൾ വൈന്നഹു ഐ അൽ ഖസമു ബിഹ ഈ നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനങ്ങളെ പിടിച്ചുള്ള സത്യം ചെയ്യുന്നുള്ളതിൽ ഖസമുൻ ഒരു സത്യം ചെയ്യലാവുന്നു. ലൗ തഅലമൂന അദീം ലൗ തഅലമൂന നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ കാര്യം അദീം അത് വലിയതാണ്. ലൗ കുന്തും മിൻ ദവിൽ ഇൽമി നിങ്ങൾ അതിനെക്കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ ല അലിംതും ഇളമ ഹാദൽ ഖിസമി ഈ സത്യത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നക്ഷത്രങ്ങളുടെ ആ ഒരു സംഭവം മനസ്സിലാക്കുമ്പോഴാണ് ഈ ഒരു അസ്തമയം എന്ത് ചെയ്യാണ്, അത് വലിയ, അല്ലെങ്കിൽ ഈ ഒരു സത്യം ചെയ്യൽ അത് വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു സത്യം ചെയ്തത് എന്ന് മനസ്സിലാക്കും. ഇനി ഇന്നഹു ല ഖുർആനുൻ അദീം എന്താ സത്യം ചെയ്ത് പറയുന്നത്? ഇത് ല ഖുർആനുൻ കരീം പരിശുദ്ധ ഖുർആനാകുന്നു, ആദരവുകൾ അർഹിക്കുന്ന ഖുർആനാണ്. ഇന്നഹു അൽ മത്ലൂ അലൈക്കും നിങ്ങളുടെ മേൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തരുന്ന ഈ പരിശുദ്ധ ഖുർആനുൻ കരീം ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ആദരവുകൾ നിറഞ്ഞ പരിശുദ്ധ ഖുർആനാണ്. ഫി കിതാബിൻ മക്നൂൻ സുരക്ഷിതമായ സ്ഥലത്ത് എഴുതി വെക്കപ്പെട്ടത്. ഫി കിതാബിൻ എന്നാൽ മക്തൂബിൻ എഴുതി വെക്കപ്പെട്ടതാകുന്നു. മക്നൂനിൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെട്ടത്. മസൂനിൻ സാന സംരക്ഷിച്ചു, മസൂൻ സംരക്ഷിക്കപ്പെട്ടതാണ്. ഓൽ മുസ്ഹഫ് ആണ് മുസ്ഹഫ്. ഇനി അതിൻ്റെ പ്രത്യേകമായ മുസ്ഹഫുൽ മുത്തഹറൂന എന്നാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.